ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗതത്തിനെയാണ്. അപ്പോൾ ഗൗതം എന്താ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അർജുൻ അങ്ങോട്ടേക്ക് വന്നു. ആൾ ഭയങ്കര കലിപ്പിലാണ്. പിന്നെ കാണുന്നത് നമ്മുടെ അഖിലയും വലിച്ചുകൊണ്ട് മീനു വരികയാണ്. ചേച്ചി ഒന്ന് വിട്, കാര്യം എന്താണെന്നൊന്ന് പറയാം. കാര്യമൊക്കെ ഇപ്പോൾ പറയാം, നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇവളെ വലിച്ചുകൊണ്ട് വരികയാണ്. എന്താ ചേച്ചി പ്രശ്നം എന്ന് ഗൗതം ചോദിക്കുക. എന്തിനാ അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് വന്നത്? അല്ല, നിങ്ങൾ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ മനസ്സിലെന്താ എന്ന് ചോദിച്ചു. മനസ്സിലായില്ല. അതേടാ, നിനക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് അർജുനും തിരിഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരുടെ നിൽക്കുകയാണ്. നിങ്ങൾക്കൊക്കെ നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവരൊക്കെ വെറും വിഡ്ഢികൾ. നിങ്ങൾ ഇപ്പം മാറും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. പക്ഷേ നിങ്ങൾ തമ്മിൽ രണ്ടുപേരിലും ഒരാൾ വിട്ടുകൊടുക്കും. മനസ്സ് മാറി രണ്ടുപേരും അടിയും വഴക്കും നിർത്തി ഒന്നാകുന്ന കരുതിയത്. പക്ഷേ എവിടെ? ഞങ്ങൾ ദിവസം കഴിയുന്തോറും വഷളായി വന്നുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ. എന്ത് ചെയ്യുമെന്ന് പറയാം. കുട്ടികളെ പോലെ തമ്മി തല്ലുക രണ്ടുപേരും ചെയ്യുക. എന്താ ഈ കാണിക്കണത്? ഈ യാത്രക്കിടയിൽ നിങ്ങൾ മാറുമെന്നാ കരുതിയത്. പക്ഷേ അങ്ങനെ ചിന്തിച്ച ഞാൻ വെറും വിഡ്ഢി എന്ന് പറഞ്ഞ മീനു. അപ്പോൾ അർജുൻ, അതെ, എന്തിനാടാ ഇവിടെ വന്നത്? എന്തിനായി ഇവിടേക്ക് വന്നതെന്ന്? എന്നാൽ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വന്നാൽ പോരായിരുന്നോ? നിങ്ങളെ കൂട്ടിയിട്ട് വന്നത് എന്തിനാ? വഴക്കൊക്കെ നിർത്തി നിങ്ങളൊക്കെ രണ്ടുപേരും മനസ്സിലാക്കി സന്തോഷത്തോടെ കഴിയുമെന്ന് തോന്നി. ഇപ്പം തോന്നുക കൂടെ കൂട്ടേണ്ടിയിരുന്നില്ല എന്ന്. ഇപ്പം എന്താ പ്രശ്നം? ഞങ്ങൾ മുമ്പും ഇങ്ങനെ തന്നെയായിരുന്നല്ലോ, പിന്നെ എന്താ പുതുതായിട്ടുണ്ടായത്? മുമ്പത്തെ പോലെ തന്നെ ഇപ്പോഴും തുടരുക. എപ്പോഴാടാ നിങ്ങൾ ഇനിയൊന്ന് മാറുന്നത്? എന്തിനാ മാറുന്നത് എന്ന് ചോദിച്ചു. മാറിയേ പറ്റൂ. നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡികളാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി വഴക്കൊക്കെ നിർത്തി സന്തോഷത്തോടെ നിങ്ങൾ കഴിയണം. എങ്കിലേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും കലിപ്പില്ല. രണ്ടുപേർക്കും ഉള്ളത് ഈഗോ മാത്രമാണ് ഉള്ളത്. ഞാനാണ് വലിയവള്, ഞാനാണ് വലിയവൻ എന്നൊരു തോന്നല രണ്ടുപേർക്കും ഉള്ളത്. അതായിപ്പോൾ ഈ പ്രശ്നത്തിനെല്ലാം കാരണം. എന്നിട്ട് അവളുടെ മുന്നിൽ തോക്കണം, അവൻ്റെ മുന്നിൽ ഞാനെന്തിനു തോക്കണം എന്നൊരു ചിന്തി. പരസ്പരം വിട്ടുകൊടുക്കാനുള്ള മനസ്സിലുണ്ടായില്ലെങ്കിലേ ഈ വഴക്കിന് ഒരവസാനം ഉണ്ടാവില്ല കേട്ടോ, പറഞ്ഞേക്കാം. നിനക്ക് കുറച്ച് വിട്ടുകൊടുത്തുകൂടെ അഖില എന്ന് ചോദിച്ചു. അവൻ എന്തിനു വേണ്ടിയിട്ടാ നീ ഇവനോട് മത്സരിക്കാൻ പോണത്? പറയേ. എങ്ങനെ പെരുമാറണമെന്ന് അച്ഛനും അമ്മയും നിനക്ക് 1000 തവണ പറഞ്ഞു തന്നിട്ടില്ലേ? ഇതൊന്നും നിൻ്റെ തലമണ്ടയില്ലേ എന്ന് ചോദിച്ച മീനു. അപ്പം അപ്പുറത്തുനിന്ന് അർജുൻ, ഗൗതം, ഇവളിങ്ങനെയാണെങ്കിൽ നിനക്ക് കുറച്ച് വിട്ടുകൊടുത്തൂടെ? നീ അർജുനെ കണ്ടുപഠിക്കുക. ഇവൻ്റെ അനിയൻ തന്നെയല്ലേ നീ എന്താ ഇങ്ങനെയായിപ്പോയത്? അവൾ ചോദിച്ചതിന് മറുപടി പറയടാ. എന്നടാ നീ മിണ്ടാതിരിക്കണത്? എടാ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം സമ്മാനിക്കാൻ ആഗ്രഹിച്ചതാണ് ഞങ്ങൾ. നിങ്ങളായിട്ട് തന്നെ അത് നശിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും മിണ്ടാതെ നിൽക്കുക. ഇവർ വന്ന ദിവസം മുതൽ ഈ മത്സരത്തിൽ വിന്നറാവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അത്രമാത്രം മീനു അത് ആഗ്രഹിച്ചിരുന്നു. അതാണ് സത്യം. ഈ മത്സരത്തിൽ വിന്നറാവുമെന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാണ്. എന്നിട്ടും എന്താ സംഭവിച്ചതെന്നറിയോ നിനക്കറിയണ്ടേത് എന്ന് ചോദിച്ചു. എന്നാൽ ഇന്നലെ രാത്രി ഈ കോമ്പറ്റീഷനിൽ ഞങ്ങൾ വിന്നറാവണ്ടെന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചോ. നിങ്ങൾ വിന്നറാവണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. മികച്ച കപ്പിൾസിനുള്ള അവാർഡ് നേടിയാൽ നിങ്ങളുടെ മനസ്സ് മാറ്റുമെന്ന് ഞങ്ങൾ കരുതി. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ കഴിയാനായിട്ട് ഒരു കാരണമാവുമെന്നും ഞങ്ങൾ കരുതി. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തോറ്റു തരാൻ ഞങ്ങൾ തീരുമാനിച്ചു. എന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്തത് പറയേ? സൈക്കിൾ റേസ് മത്സരത്തിൽ 1ാം സ്ഥാനത്ത് എത്തിയാൽ നിങ്ങൾ ടൈറ്റിൽ വിന്നറാവും. അതോടെ പകുതി ദൂരം പിന്നിട്ടപ്പോൾ മുന്നിലായിരുന്നു ഞങ്ങൾ സ്ലോ ചെയ്തു. എന്തിനാ? നിങ്ങൾ കടന്നുപോയി 1ാമതെത്തട്ടെ എന്ന് കരുതി. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പം മിണ്ടുന്നില്ല. രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു കാരണമില്ലാതെ വഴക്കടിച്ച് മത്സരം പൂർത്തിയാക്കിയില്ല രണ്ടും. അവിടെ നിന്ന് പിന്മാറി. നിങ്ങൾക്കൊക്കെ നല്ലത് വരണമെന്ന് ആഗ്രഹിച്ച ഞങ്ങൾക്ക് പറഞ്ഞാൽ മതിയല്ലോ. പറഞ്ഞു കഴിഞ്ഞോ എന്ന് ചോദിച്ചു ഗൗതം. അത്രയും നേരം മിണ്ടാതെ നിന്ന് രണ്ടും കേട്ടു. എങ്കിൽ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കരുതിക്കൂട്ടി തന്നെ വഴക്കടിച്ചതാ എന്ന് പറഞ്ഞു. രണ്ടുപേരും ഞെട്ടിപ്പോയി. ശരിയാ ഗൗതം പറഞ്ഞത്. അതെ, ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല താനും.
കരുതിക്കൂട്ടി വഴക്കടിച്ചത് തന്നെയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു. എന്താ നീ പറഞ്ഞത്? കരുതിക്കൂട്ടിയോ? 2ാം സ്ഥാനത്തായിരുന്നല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ കരുതിക്കൂട്ടി വഴക്കടിച്ച് മിന്മാറിയത്? ചോദിച്ചത് കേട്ടില്ലേ? പറയടാ എന്ന് പറഞ്ഞു. നിങ്ങൾ 2 പേരും എല്ലാത്തിലും വിട്ടുകൊടുക്കുന്നവരാ. എന്താ ഞങ്ങൾക്ക് വിട്ടുകൊടുത്തൂടെ? ഞങ്ങൾക്ക് എന്താ തോറ്റു കൊടുത്തൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അർജുനും മീനും ഇങ്ങനെ നോക്കുമോ, ഇവരെന്താ പറയണതെന്ന് മനസ്സിലായില്ല. എന്താ പറഞ്ഞു മനസ്സിലായില്ല. അപ്പോൾ അവർ നോക്കിയിട്ട് ഗൗതം ചിരിക്കുക. ഇന്നലെ രാത്രി നിങ്ങൾ 2 പേരും സംസാരിക്കുന്നത് ഞങ്ങൾ 2 പേരും കേട്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ 2 പേരും പുറകിൽ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ, ഇവർ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അപ്പോൾ ഗൗതം അഖില ഇത് കേട്ടിട്ട് അവർ പറയണമെന്ന് നീ കേട്ടല്ലോ. അപ്പോൾ അതെ, അവർ 2 പേരും തന്നെ മത്സരത്തിൽ ജയിക്കണം. അത് നമ്മൾ ഉറപ്പിച്ചാൽ നമ്മളതിന് ഒരിക്കലും ഒരു തടസ്സമാവരുത്. നമ്മൾ കാരണം അവർ തോക്കാൻ പാടില്ല. നമുക്ക് വേണ്ടി അവർ തോക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഞാനും അതാ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഞാനും അത് തന്നെയാണ് ഗൗതം ആലോചിക്കുന്നത്. നമുക്കത് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു. ശരി, എനിക്ക് സമ്മതം എന്ന് പറഞ്ഞു. അപ്പം ഇവർ 2 പേരും ഉറപ്പിച്ച് 2 പേരും തീരുമാനിച്ചെടുത്ത ഒരു ഇതായിരുന്നു ആ വഴക്ക് കേട്ടോ. അപ്പോൾ ഇവർ 2 പേരും ജയിപ്പിക്കാൻ ഇതല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. സംസാരിക്കുന്നത് കേട്ടപ്പം ഞങ്ങൾക്ക് വിചാരിച്ചു എന്താണെങ്കിലും നിങ്ങൾ തന്നെ ജയിക്കണം, ഞങ്ങളതിൽ നിന്ന് പിന്മാറണം എന്ന് തീരുമാനിച്ചു. എന്താടാ ഇത് എന്നറിഞ്ഞ് ചോദിക്കുകയാണ്. നിങ്ങൾ വെറുതെ ഇതേ ഏറ്റവും മികച്ച ദമ്പതിമാരെ തിരഞ്ഞെടുക്കുന്ന മത്സരമാണ്. അതിന് ഏറ്റവും മികച്ച ദമ്പതിമാരാരാ? നിങ്ങൾ തന്നെയല്ലേ. എന്തുകൊണ്ടും വിന്നറാവാനുള്ള അർഹത നിങ്ങൾ തന്നെയാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുകയാണ്. അതെ ചേച്ചി, പിന്നെ ആ ട്രോഫി അനർഹരായ ഞങ്ങളടക്കം മറ്റാരുടെയും കൈകളിൽ എത്തരുത് എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങളുടെ കൈകളിൽ തന്നെ എത്തണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുകൂടെ കേട്ടപ്പോൾ ഇവരുടെ കണ്ണ് നിറഞ്ഞു കേട്ടോ. വിൻ ചെയ്യാൻ മാത്രം ഞങ്ങൾ അത്ര നല്ല കപ്പിൾസൊന്നും അല്ലല്ലോ. പിന്നുണ്ടല്ലോ, നിങ്ങൾ തന്നെയാണ് അർഹരായിട്ടുള്ള ആൾക്കാർ, നിങ്ങളാണ് ജയിക്കേണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും മോശം കപ്പിൾസിനുള്ള അവാർഡ് എവിടെയെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ നേടിക്കോളാം കേട്ടോ. ബെസ്റ്റ് കപ്പിൾസിനുള്ളത് നിങ്ങൾ തന്നെ നേടണം, നിങ്ങൾ ജയിക്കണം, അതാ ചെയ്യേണ്ടത്. അതെ, പിന്നെ ഞങ്ങൾ തമ്മിലിപ്പോൾ വഴക്കൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വഴക്കെടുക്കുന്നതായിട്ട് അഭിനയിച്ചതാ. എന്തായാലും ഒടുവിൽ ഞങ്ങൾ ആഗ്രഹിച്ച് നടന്നു. അതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് അല്ലേ അഖില? അതെ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേനും അർജുൻ്റെയും മീനുൻ്റെയും കണ്ണ് നിറഞ്ഞു. എന്തിനാ ഇമോഷണൽ ആകുന്നത് എന്ന് ചോദിച്ചു. എടാ എന്ന് പറഞ്ഞ് അർജുൻ കെട്ടിപ്പിടിച്ചു കേട്ടോ മീനും അഖിലയും. അതെ, ശരിക്കും ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചവരാ നിങ്ങൾ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞു. ഞങ്ങളെ കുറ്റമൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ 2 പേരും അടുത്തോ എന്ന് ചോദിച്ചു. അപ്പം മിണ്ടണില്ല. 2 പേരും പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം, മികച്ച സുഹൃത്തുക്കൾക്കുള്ള അവാർഡല്ല നിങ്ങളെ തേടി വന്നത്, മികച്ച കപ്പിൾസിനുള്ള അവാർഡാണ്. അത് നിങ്ങൾ മറന്നു പോവരുത് എന്ന് ഗൗതം ഇങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ ജീവിക്കണം. ഇത് ഞങ്ങളുടെ 2 പേരുടെയും മാത്രം ആഗ്രഹമല്ല കേട്ടോ, നിങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. അഖില ബാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. അപ്പോൾ ഇവർ 2 പേരും അവിടെ നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ കാഞ്ചനേനെയും പ്രഭാവതിനെയാണ്. പ്രഭാവതി ചാടിത്തുള്ളി പോവാണ്. അമ്മ അവിടെ നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട, മാലുവിനെ കണ്ട ഞാൻ ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അത് വേണോ അമ്മേ? വേണം. അവരെവിടെ പോയതാണെന്ന് എനിക്കറിയണം. അപ്പം മുത്തശ്ശൻ അങ്ങ് വന്നു. പ്രഭ എങ്ങോട്ട് പോവാ എന്ന് ചോദിച്ചോ. ക്ഷേത്രത്തിൽ പോവാം, കുടുംബം നന്നാവാനായിട്ട് പ്രാർത്ഥിക്കാൻ. അപ്പം ചിരിച്ചിട്ട് മുത്തശ്ശൻ പറയാണ്, അതിനെന്തിനാ അമ്പലത്തിൽ പോണത്? നിങ്ങൾ 2 പേരും ആ വായൊന്നും അടച്ചാൽ പോരെ, അപ്പം പ്രശ്നം തീർന്നില്ലേ? നിങ്ങൾ മിണ്ടാതിരുന്നാൽ തന്നെ കുടുംബം നന്നാവും. അമ്മ പോകുന്നത് ക്ഷേത്രത്തിലേക്കൊന്നുമല്ല, രാജേന്ദ്രൻ മാമൻ്റെ വീട്ടിലാണ്. അവിടെ ചെന്നാൽ നിന്റെ മൂട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും എന്ന് പറഞ്ഞു മുത്തശ്ശൻ. അപ്പം മിണ്ടാതെ നിൽക്കുക. കടം വീടുന്നവരെ മിണ്ടരുത്, തമ്മി കാണരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞത് അവരോട്. പക്ഷേ എൻ്റെ വാക്ക് വകവയ്ക്കാതെ 4 പേരോടെ എങ്ങോട്ടോ പോയി. 4 പേരും ചേർന്ന് എങ്ങോട്ടോ പോയെന്നോ? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? ആര് പറയണം? 4 പേര് സ്ഥലത്തില്ല, നമുക്ക് ഊഹിക്കാലോ. എൻ്റെ പൊന്നോ, അവരെവിടെ പോയതാണെന്ന് മുത്തശ്ശിന് നന്നായി അറിയാം. എല്ലാവരും ചേർന്നിട്ടുള്ള ഒത്തുകളിയായത് എന്ന് പറഞ്ഞു കാഞ്ചന.
നിങ്ങളിങ്ങനെ ഓരോന്ന് ഊഹിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. എൻ്റെ പൊന്നോ, അർജുൻ ട്രെയിനിങ്ങിന് പോയിരിക്കുക, യുവ കർഷകനുള്ള ട്രെയിനിങ്ങിന്. ഗൗതം കമ്പനി മീറ്റിങ്ങിന് എറണാകുളത്തും പോയി. പിന്നെ മീനു മക്കളെയും എവിടെ പോയെന്ന് എനിക്കറിയില്ല. അച്ഛനെല്ലാം അറിയാം, എന്നിട്ട് അറിയില്ല എന്ന് അച്ഛൻ നടിക്കാം. നിങ്ങൾ ആ വീട്ടിൽ ചെന്ന് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. എപ്പോഴും രാജേന്ദ്രൻ ചിലപ്പോൾ ക്ഷമിച്ചു എന്ന് വരില്ല. എടുത്ത് വെളിയിലേക്ക് എറിയാൻ രണ്ടിനെയും പറഞ്ഞേക്കാം. ദേ, പിന്നെ അവരുടെ മക്കൾ അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോകും. നീ എന്തിനാ അത് ചോദിക്കാൻ പോണത്? നിനക്ക് നാണാകില്ലേ എന്ന് ചോദിച്ചു. നിന്റെ മക്കളെ നിനക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നിന്റെ കഴിവുകേടാ പ്രഭാവതി. അതിനെ അവിടെ പോയി വഴക്കടിക്കുകയല്ല ചെയ്യേണ്ടത്. അതാദ്യം മനസ്സിലാക്കിക്കോ നീ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, അവരെ 4 പേരും ഒരുമിച്ച് എവിടെയും പോയിട്ടില്ല. അവർ പോവുകയില്ല. നിനക്കറിയില്ലേ രാജേന്ദ്രനെ? വാശിക്കാരനവൻ. കാടം വീട്ടാതെ മക്കളെ അവൻ അർജുനെയും ഗൗതത്തിനെയും കൂടെ വിടില്ല. മനസ്സിലായോ നിനക്ക്? ആവശ്യമില്ലാതെ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക. ഓരോ പ്രശ്നങ്ങളായിട്ട് വന്നിരിക്കുന്നു. അമ്മേ, ഇപ്പം തൽക്കാലം പോവണ്ട എന്ന് പറഞ്ഞ് കാഞ്ചന പിടിച്ചു വയ്ക്കുകയാണ്. കാണിച്ചു കൊടുക്കാം എന്നുള്ള മട്ടിലെ പ്രഭാവതി. പിന്നെ മീനു ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അർജുൻ ഇതേ ട്രോഫി എടുത്തുകൊണ്ട് വന്നു. ഇതെന്തിനാ എന്ന് ചോദിച്ചപ്പം, നമ്മൾ ഇതെടുത്തിട്ട് കുറച്ച് സ്റ്റിൽസ് ഒന്നും എടുത്തില്ലല്ലോ, നല്ല സ്റ്റിൽസൊക്കെ എടുത്ത് എന്ന് പറഞ്ഞ് 2 പേരും ചേർന്ന് നിന്ന് പല പല ഫോസിലുള്ള ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര സന്തോഷമായി. അപ്പോഴേ, അല്ല ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ? നമുക്ക് വീട്ടിൽ പോകണ്ടേ എന്ന് ചോദിച്ചു. അല്ല, സത്യത്തിൽ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ആ ശരിയാ നീ പറഞ്ഞത്, എങ്കിലും പോകാം നമുക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേനും നാളെ രാവിലെ പോവാം. ശരി, ഇന്ന് രാത്രി കൂടി നമുക്കിവിടെ തങ്ങാം എന്ന് അർജുൻ അവസാനം സമ്മതിച്ചു. എന്നിട്ട് ഇവർ 2 പേരുടെ നേരെ റൂമിലേക്ക് പോവാണ്. ഈ സമയത്താണ് നമ്മുടെ കാഞ്ചന ഓരോരോ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞെട്ടിപ്പോയത്. ദേണ്ട മിസ്റ്റർ ആൻഡ് മിസ്സിസ് 2024 ഫോട്ടോസും വീഡിയോസും എല്ലാം ദേണ്ട് കിടക്കുന്നു. അപ്പോൾ ഇത് കണ്ട് ഞെട്ടിപ്പോയിട്ട് അമ്മേ അമ്മേ എന്ന് അലറി വിളിച്ച് കാഞ്ചന ചെല്ലുകയാണ്. എന്താടി എന്ന് ചോദിച്ചു. എന്താ, എന്തിനാ ഈ നിലവിളിക്കുന്നത് നീ കിടന്ന്? എങ്ങനെ നിലവിളിക്കാതിരിക്കും അമ്മേ? എവിടേക്കാ 4 പേരും പോയത്? ഗൗതം മീറ്റിങ്ങിന് എറണാകുളത്ത്, അർജുൻ ട്രെയിനിങ്ങിന്, മീനും അഖിലയും സ്കൂളിൽ നിന്ന് ടൂറ് പോയി അല്ലേ? ആ അതെ, നമ്മൾ സംശയിച്ചതുപോലെ തന്നെയാ കാര്യങ്ങൾ. അവർ 4 പേരും ഒരുമിച്ചാ ടൂറിന് പോയത്, മൂന്നാറിലേക്ക്. മൂന്നാറിലേക്കോ? ഇതാരാ നിന്നോട് പറഞ്ഞത്? അവിടെ അവർ താമസിച്ച റിസോർട്ടിൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് 2024 എന്ന ഒരു മത്സരം ഉണ്ടായിരുന്നു. അതിൽ അർജുനും മീനുവാ അതിൽ ജയിച്ചിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് അഖിലയും ഗൗതമനും അഖിലയ്ക്കും. നോക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. ഞെട്ടിത്തരിച്ചു പോയി കേട്ടോ നമ്മുടെ പ്രഭാവതി. അവരൊന്നിച്ച് കഴിയാൻ നമ്മളെല്ലാവരെയും പറ്റിച്ച് എന്ന് പറഞ്ഞു. നമ്മുടെ വാക്ക് വരെ ധിക്കരിച്ചാമേ സംഭവിച്ചിരിക്കണത്. പിന്നെ പ്രഭാവതി ഇങ്ങനെ നിൽക്കുകയാണ്. ആഹാ, അവർക്ക് അത്രയ്ക്ക് ധൈര്യമോ? കാണിച്ചു കൊടുക്കാം. ഞാൻ അറിയില്ലെന്ന് അവർ കരുതിയോ? എങ്കിൽ എന്നെ ധിക്കരിച്ചതിനുള്ള ശിക്ഷ അവർക്ക് ഞാൻ കൊടുത്തിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ കാണുന്നത് നമ്മുടെ ഗൗതത്തിനെയും അഖിലേനെയാണ്. അപ്പോൾ 2 പേരും ഒരു കട്ടിലിന് അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും ഇരിക്കുകയാണ്. എന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല. മുഖത്തോട് മുഖം നോക്കാതെ ഇടയ്ക്ക് നോക്കും, എന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കും, വീണ്ടും നോക്കും. ഇങ്ങനെ ഇരിക്കുകയാണ് 2 പേരും. ഇവളെന്താ അപ്പോൾ ഇവനെന്താ ഒന്നും സംസാരിക്കാത്തത് എന്ന് അഖില ചിന്തിക്കുകയാണ്. തുറക്കുന്നില്ലല്ലോ, എന്ത് പറ്റി ഇവക്ക് എന്ന് ഗൗതം. അപ്പോൾ 2 പേരും പരസ്പരം ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. അല്ല, അപ്പം വീണ്ടും നോക്കിയിട്ട് എങ്ങനെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്തെങ്കിലും പറഞ്ഞാൽ ഇനി അതിൻ്റെ മേൽ പിടിച്ചു കയറി ഒടുവിൽ അടിയാകും. എന്തിനാ വെറുതെ സംസാരിച്ച ഒടുവിൽ വഴക്കാവും. മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് അഖിലയും ചിന്തിച്ചു. അല്ല, കുട്ടിത്താറാവിന് എന്നോട് എന്തോ പറയാനുണ്ട്. പറയാതെ പിടിച്ചു നിൽക്കുക. ഞാനധികം സംസാരിക്കട്ടെ എന്നായിരിക്കും സാമ്പാർ വിചാരിക്കുന്നത്. ഞാൻ സംസാരിച്ചത് തന്നെ, നീ ആദ്യം സംസാരിക്കും. നീ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചു ഗൗതം. അല്ല, ഒന്നും സംസാരിക്കാൻ തോന്നുന്നില്ല, അതാ. അല്ല, നീ എന്താ സംസാരിക്കാത്തത്? എനിക്കൊന്നും സംസാരിക്കാൻ തോന്നുന്നില്ല. സംസാരിച്ച് തുടങ്ങിയാൽ ഒടുവിൽ അടിയിൽ അവസാനിക്കും എന്ന് പേടിച്ചിട്ടാണോ ഒന്നും സംസാരിക്കാത്തത്? അതൊരു കാരണം തന്നെയാ എന്ന് ഗൗതം പറഞ്ഞു. താൻ എന്തെങ്കിലും സംസാരിക്ക്. അല്ല, എന്നെ ദേഷ്യം പിടിപ്പിക്കാതിരുന്നാൽ മതി.
എന്താ സംസാരിക്കേണ്ടത്? എന്തൊക്കെ സംസാരിക്കാം? ഈ സ്ഥലത്തെ പറ്റി, ഇവിടുത്തെ കാറ്റിനെ പറ്റി, തണുപ്പിനെ പറ്റി, അങ്ങനെ സംസാരിക്കാനാണോ എത്ര എത്ര വിഷയങ്ങൾ കിടക്കുന്നു? അതിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ട് എന്താ കാര്യം? എങ്കിൽ കാര്യമുള്ള എന്തിനേയും പറ്റി സംസാരിക്കുക. നിന്നെപ്പറ്റി എനിക്ക് സംസാരിക്കണമെന്നുണ്ട്, നിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. പക്ഷേ അത് എന്ത് പറഞ്ഞാലും അവസാനം നീ വേണ്ട എന്ന് തീരുമാനിച്ചു. എന്താ നീ ആലോചിക്കണത്? സംസാരിക്കുന്നില്ലേ? വേണ്ട, നീ സംസാരിച്ച് തുടങ്ങുക എന്ന് പറഞ്ഞു ഗൗതത്തോട്. സംസാരിക്കണമെന്നുണ്ട്, നിന്നെക്കുറിച്ച് പറയണമെന്നുണ്ട്, പിന്നെ കുറേ തുറന്നു പറയാനും ഉണ്ട് എന്ന് പറഞ്ഞു. എന്തേ? സംസാരിക്കുക. അല്ല, ഒരു തുടക്കം കിട്ടണില്ല. ആ എങ്കിൽ പിന്നെ തൽക്കാലം നമുക്ക് മിണ്ടാതിരിക്കാം. അതാ രണ്ടുപേരുടെയും ആരോഗ്യത്തിന് നല്ലത് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ചിരിച്ചുകൊണ്ടിങ്ങനെ മിണ്ടാതിരിക്കുക കേട്ടോ. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.